അപ്പൊ നമ്മള് ഇഡ്ഡലി ഉണ്ടാക്കാട്ടാ. പിന്നെ ഒരു കായും പയറും ഉപ്പേരി സാമ്പാറും. എന്ന് സാമ്പാർ കാണിക്കുമ്പോ വിഷമൊന്നും തോന്നണ്ട. ഞങ്ങൾ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ എന്തുണ്ടാക്കണതാണ് കാണിക്കുന്നത് കേട്ടാ. പച്ചപ്പയറും കായാണ് കേട്ടോ ഉപ്പേരി വയ്ക്കുന്നത്. മഞ്ഞപ്പൊടി ഇട്ടു. ഉപ്പിട്ടു. വെള്ളം ഒഴിച്ചു. ആവട്ടെ കേട്ടാ. ഇഡ്ഡലി കോരി ഒഴിക്കാട്ടാ. ഇഡ്ഡലി ആവുമ്പോഴേ വേഗം പണി കഴിയും. അതാണ് ഇഡ്ഡലി കോരി ഒഴിച്ചാൽ. അപ്പൊ നമുക്ക് കാലത്ത് തന്നെ ദോശ ഉണ്ടാക്കി അങ്ങനെ നിൽക്കണ്ടല്ലോ. ഇടയ്ക്ക് ഒരു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാം. അപ്പൊ എളുപ്പപ്പണിയായി. എളുപ്പപ്പണികളാണ് എല്ലാ പെണ്ണുങ്ങളും നോക്കുക. ദോശ ഉണ്ടാക്കുമ്പോ അടുപ്പിന്റെ കടയ്ക്ക് നിൽക്കണ്ടേ. അത് വേണ്ട. അത് കോരി ഒഴിച്ചാൽ നമുക്ക് അപ്പുറത്ത് വേറെ എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാം. അപ്പൊ ഇഡ്ഡലി കോരി ഒഴിച്ചു കേട്ടാ. ഞാൻ ആവട്ടെ. നമ്മളെ സാമ്പാർ അടപ്പത്ത് കയറ്റിട്ടാ. കഷ്ണം പരിപ്പ് ഇട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് ആവട്ടെ കേട്ടാ. ചോറ് ഊറ്റാട്ടാ. അതൊന്നില്ല വെറിഞ്ഞാണെന്നാണ്. ഇവിടെ അമ്പലത്തെ പോണ്ട തിരക്ക്. അച്ചാച്ചൻ്റെ അടുത്ത് കാശ് മേടിച്ച് ഓടണം. ചോറ് ഊറ്റല് കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പൊ തണുത്ത ചോറ് ഇടാ. തണുത്ത ചോറ് കഴുകി വെച്ചതാട്ടാ. ശരി അന്നത്തെ നീങ്ങിണ്ട് നോക്കിക്കോ. അപ്പൊ ഇഡ്ഡലി ആയിട്ടാണ്. നാളെ അല്ല പച്ചക്ക
പോരാവോ ചായ വെച്ചിട്ട്. അപ്പൊ ഇഡ്ഡലി ആയിട്ടുണ്ട് കേട്ടോ. ആവട്ടെ കേട്ടോ. ഈ പറഞ്ഞ മാതിരിയ. അപ്പൊ പുളി പിഴിഞ്ഞൊഴിച്ചു കേട്ടാ. പുളി പിഴിഞ്ഞൊഴിച്ച് ഉപ്പിട്ടു തിളക്കട്ടെ. സാമ്പാർ പൊടി ഇട്ടു കേട്ടാ. സാമ്പാർ റെഡി. വറുത്തിട്ടേട്ടാ. ഞാൻ തുടങ്ങാണ്. അപ്പൊ സാമ്പാറായിട്ടാ. നമുക്ക് വറുത്തിടാം. മുളക് പൊടിച്ചിട്ടു. ഞാൻ കാച്ചുമ്പോഴേ ആദ്യം മുളകാണ് കേട്ടോ. കടുകിട്ട് രണ്ട് മണി ഉരുവിയിട്ടു. വേപ്പിലിട്ടു കേട്ടാ. അപ്പൊ സാമ്പാറിന് വെറും കേട്ടാ. ഈ ഉപ്പേരി കാച്ച. പപ്പടം കാച്ചാട്ടാ. വെളിച്ചെണ്ണ ആവട്ടെ കേട്ടാ. പപ്പടം കാച്ചാട്ടാ.
പപ്പടം കാച്ചിൽ കഴിഞ്ഞു കേട്ടാ. പപ്പടം കാച്ചിൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഉപ്പേരി കാച്ചാട്ടാ. അപ്പൊ നമുക്ക് ഉപ്പേരി കാച്ചാട്ടാ. മുളക് പൊടി വെച്ചിട്ട് വേണം പൊടിക്കണം. അപ്പൊ കൂട്ടാനാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പൊ കൂട്ടാൻ കാച്ചിൽ കഴിഞ്ഞു കേട്ടാ. അപ്പൊ നമുക്ക് ചട്നി കടുക് വറുക്കാട്ടാ. ഞാനിന്ന് സാമ്പാറുള്ള കാരണം ചാറില് ചട്നി ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. കട്ട ചട്നി ഉണ്ടാക്കി. മുളക് പൊട്ടിച്ചിട്ട് മുളകിട്ടു, കടുകിട്ടു, നെയ്യൊക്കെ വരുന്നു കേട്ടോ. കട്ട ചട്നി ഉണ്ടാക്കിയത് കേട്ടോ. ഉപ്പേരിയായി. അപ്പൊ നല്ല പൂ പോലെയുള്ള ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പഴങ്കായ ഉപ്പേരി, പപ്പടം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കൊക്കെ ഉള്ളു. അപ്പം എല്ലാവരും സഹായിക്കുക. ടാറ്റാ.